ഞാൻ പറഞ്ഞ എന്താണെന്ന് എനിക്കറിയാം. അത് വീഡിയോ റെക്കോർഡ് ആയിട്ട് ഓക്കെ ഒബ്ലിവിയസ് അല്ല ഞാൻ. സുരേഷ് ഗോപി അല്ല മലയാള സിനിമ ഉണ്ടാക്കിയത്, ഒരു ആക്ടറും അല്ല മലയാള സിനിമ ഉണ്ടാക്കിയത്. ആ രീതിയിലാണ് അതിന് ഓരോരുത്തരെയും സ്റ്റാർസും ആക്ടേഴ്സും എല്ലാം ആക്കി അത് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ രീതിയിലാണ് അതിനെ വ്യാഖ്യാനിച്ച രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ക്ലിയർ ആയിട്ട് പറഞ്ഞ കാര്യം മനസ്സിലായില്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് കിട്ടാൻ വേണ്ടി ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഓക്കെ ആദ്യം പറഞ്ഞ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. ഓക്കെ ഓബ്വിയസ്. അതായത് ഒന്ന് കേട്ട് നോക്കിയാൽ ശ്രദ്ധിച്ച് കേട്ട് നോക്കിയാൽ മതി. ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി അവർ പറയുന്ന കേൾക്കാനിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സ്വയമേ മനസ്സിലാത്ത ഓരോ കാര്യങ്ങൾ വായിച്ചു നോക്കാൻ പറ്റും. അല്ല ഓക്കെ, ഇത്തരത്തിലുള്ള കമൻസ് പേഴ്സണലി ഹേർട്ട് ചെയ്യാറുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഒരു ഫിലിം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആദ്യം കുറച്ച് നല്ല രീതിയിൽ ഫിലിം ഇറങ്ങി കഴിഞ്ഞാണെങ്കിലും ഫിലിം ഇല്ലെങ്കിലും ഇങ്ങനെ ആൾക്കാർ കാര്യം സംസാരിക്കുന്നത് എന്നെ ഹേർട്ട് ചെയ്യാറില്ല. സമയം അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ വേസ്റ്റ് ചെയ്തോട്ടെ. ആദ്യം എന്താണ് ഒരു രാജുവേട്ടൻ്റെ സിമിലാരിറ്റി ഉണ്ട്, സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഭയങ്കര ക്ലിയർ എന്ന രീതിയിലാണ് കമൻസ് വന്നത്. പിന്നീട് അത് കുറച്ച് ഓവർ എന്ന രീതിയിൽ പിന്നീട് വന്ന കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. കാരണം എൻ്റെ അടുത്ത് ഒരേ ചോദ്യം ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അല്ല മനസ്സിലായി. കാരണം അഭിപ്രായം അവരുടെ തന്നെ അഭിപ്രായമാണ്. അതിൽ പോസിറ്റീവായ അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ പോസിറ്റീവ് ഏറ്റെടുക്കും. നെഗറ്റീവായ അഭിപ്രായത്തിൽ എനിക്ക് സെൻസ് ഉണ്ടാക്കില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന കാര്യങ്ങൾ പോലെ പൃഥ്വിരാജ് എന്ന സ്റ്റാർ ആയിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഞാനത് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് അഭിമാനമുണ്ട്. അതേപോലെ അത്രയും ലെജൻഡറി ആയ ഒരു ആക്ടറായിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, ആക്ടർ മാത്രമല്ല ഡയറക്ടറും പ്ലേ ബാക്ക് സിംഗറും പ്രൊഡ്യൂസറും എല്ലാം ആണ്. അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോൾ അതിനുള്ള അഭിമാനം എനിക്കുണ്ട്. അതെൻ്റെ അഭിപ്രായവും അല്ല. അതും അതേപോലെ ഒരു പേഴ്സ്പെക്റ്റീവാണ്. ഓവറാണെന്ന് വിചാരിക്കുന്നതും അവരുടേതായ പേഴ്സ്പെക്റ്റീവാണ്. ഇതൊന്നും കൊണ്ടല്ല ഞാൻ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. സോ അഗൈൻ ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഐ തിങ്ക് ഗഗനചാരിയുടെ പ്രൊമോൻ്റെ ഫസ്റ്റ് ഷോ ഐ തിങ്ക് ഫാൻ ഷോ സമയത്ത് മീഡിയക്കാർ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, മീഡിയക്കാർ പറയുന്നതാണ് പ്രേക്ഷകർ ആദ്യം കേൾക്കുന്നത്. അത് കേട്ടാണ് അവർ ആൾക്കാരെ പറ്റിയുള്ള വിലയിരുത്തൽ നടത്തുന്നത്. അതേപോലെ പ്രേക്ഷകർ ആരെങ്കിലും പറഞ്ഞത് കേൾക്കുമ്പോഴത്തേക്കും അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയാണ് മലയാളം സിനിമ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വരത്തില്ല. ശ്രദ്ധിച്ച് കേൾക്കുക. ദെൻ പറ്റുമെങ്കിൽ ഒന്ന് കേട്ടു. അല്ല ഞാൻ ആ കമൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അത് പോയി ഒന്ന് കേട്ട് നോക്കുക. എൻ്റെ ഒരു റിക്വസ്റ്റ് പറഞ്ഞതെന്ന് നമ്മൾ നാളെ കാണുക. അല്ല ഞാൻ കമൻസിൽ വന്ന ഇത് റെസ്പോൺസ് തന്നെയാണ് ഞാൻ ചോദ്യം ചോദിച്ചെന്നുള്ളൂ. അതായത് കാരണം ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ? പറഞ്ഞത് വളച്ചൊടിച്ച് സംസാരിക്കുന്നത് ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ചോദ്യം മുഴുവനാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പത്തിനും ബ്രോ അതാണ് റെസ്പോൺസ് കിട്ടുക. അതാണ് ഞാൻ അങ്ങോട്ടൊരു അഭിപ്രായം ചോദിക്കുകയാണ്. അത് ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ? അല്ല, വളച്ചൊടിക്കുന്ന ഒരിക്കലും ശരിയായ രീതിയല്ല. അത് എന്താണ് ആരായാലും ശരിയായ രീതിയല്ല. അത് സോഷ്യൽ മീഡിയയിലായാലും അപ്പോൾ സ്റ്റാർസ് ആയാലും ശരിയായ രീതിയല്ല. അത് ഞാൻ യോജിക്കുന്നു. മാധവ് കുമ്മാട്ടിക്കളി എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് എത്രത്തോളം പ്രയത്നിച്ചിട്ടുണ്ട്? ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ടല്ലോ, ഒരുപാട് ഈ നെപ്പോ കിഡ്സ് എന്നുള്ളൊരു പേര് വിളി, ഒരുപാട് നെപ്പോ കിഡ്സ് എന്ന സമയത്ത് ടാഗ്ലൈൻ വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അച്ഛൻ്റെ പേര് കളയാത്ത രീതിയിൽ നോക്കുകയും വേണം എന്നുള്ളൊരു കാര്യങ്ങളും വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രോമിനന്റ് പബ്ലിക് ഫിഗറും ജനിക്കുന്ന ഓരോ പുത്രനും പുത്രിക്കുമുള്ള റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഈ സൊസൈറ്റിയിൽ. നമ്മൾ വരുത്തി വെച്ച റെസ്പോൺസിബിലിറ്റി അല്ല, ഈ സൊസൈറ്റി തന്നെ ഹാർബർ ചെയ്തൊരു എൻവയൺമെൻറ്റാണ്. സോ അതിലൂടെ ജീവിക്കുക എന്നുള്ളൊരു മാർഗം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഞാൻ again പറഞ്ഞതുപോലെ മലയാള സിനിമയിലോട്ട് വരുന്ന നെപ്പോക്കിഡായിട്ട് തന്നെയാണ്. അത് മാറുമോ? അല്ല, ആ ഒരു ടാഗ്ലൈൻ ഇപ്പോഴും സൊസൈറ്റിയിൽ സംസാരിക്കുമ്പോൾ തന്നെ അത് ഇനി വരുന്ന തലമുറയ്ക്കാണെങ്കിലും അത് വിഷയമാവില്ല. ആ ഒരു ടാഗ്ലൈൻ ഒരു ആക്ടറെ സംബന്ധിച്ച് അത് വരേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. മാധവ് സുരേഷിന് ആ ഒരു ടാഗ്ലൈൻ, ഓരോ ആക്ടറും അവരുടെ കാലിബർ തെളിയിക്കാനുള്ള സമയം കൊടുക്കുക. എനിക്കെന്നല്ല, ഓരോ ആക്ടറിനും അച്ഛനോ അപ്പനോ ഒന്നും വഴി വരാത്ത ആക്ടേഴ്സിനും അവരുടെ കാലിബർ തെളിയിക്കാനുള്ള സമയം കൊടുക്കുക. ഇത് പഠിച്ച് വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. വർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും ഇൻഡസ്ട്രിയിൽ. ഓൺ ഫീൽഡ് എക്സ്പീരിയൻസ് കിട്ടുന്ന പോലെ ഇതൊരു ട്രെയിനിങ് ക്ലാസ്സും ആക്ടിങ്ങിനെ പറ്റി എക്സ്പീരിയൻസ് തരത്തില്ല. allow some space and time for growth. അത് കഴിഞ്ഞിട്ട് നെപ്പോ കിഡാണോ ഫ്ലോപ്പ് ആക്ടറാണോ മൂവി ഔട്ടാണോ ഇതൊക്കെ അത് കഴിഞ്ഞിട്ട്. ഓക്കെ, മാധവ് നാളത്തെ ദിവസത്തെ കുറിച്ചിട്ട് എത്രത്തോളം കോൺഫിഡൻ്റ് ആണ്? ഞാൻ ചെയ്ത വർക്കിലും എൻ്റെ ടീം ചെയ്ത വർക്കിലും എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. അത് സ്വീകരിക്കുന്ന കാര്യം
എൻ്റെ കയ്യിലുള്ള കാര്യമല്ല, അവരുടെ കയ്യിലുള്ള കാര്യമല്ല, അത് പ്രേക്ഷകരുടെ മാത്രം കയ്യിലുള്ള ഒരു കാര്യമാണ്. അതായിക്കോട്ടെ. ഇപ്പോൾ ഒരു ഫിലിം ഫീൽഡിലേക്ക് വരുമ്പോൾ എന്തായാലും വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നേരത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു 10 വർഷത്തിനുള്ള ഒരു പ്ലാൻസ് എന്തൊക്കെയെന്ന് ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രത്തോളം എൻ്റെ പ്ലാൻ അവിടെ ഉണ്ടെങ്കിലും ലോകം എൻ്റെ കൺട്രോളിലല്ല, ഈ ഇൻഡസ്ട്രി എൻ്റെ കൺട്രോളിലല്ല. എൻ്റെ ആഗ്രഹം വെച്ച് നടന്നു കഴിഞ്ഞാൽ എൻ്റെ പ്ലാനിങ് അവിടെ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ നടക്കണമെന്നൊരു നിർബന്ധമില്ല. ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരുടെ സർക്കംസ്റ്റാൻസസ്, അവരുടെ സിറ്റുവേഷൻ വെച്ച് എന്തൊക്കെയാണ് നടക്കുന്നത് അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുക, മേക്ക് ദ നെക്സ്റ്റ് ബെസ്റ്റ് പ്ലാൻ, മൂവ് ഫോർവേഡ്. എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാം കിട്ടണമെന്നൊരു നിർബന്ധമില്ല. ഞാൻ ചോദിച്ചത് വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ട് എന്ന രീതിയിലാണ്. വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ട്. യെസ്, ഓക്കെ. അതാണ് ആരും വ്യക്തമായ പ്ലാനിങ് ഇല്ലാതെ മുന്നോട്ട് ജീവിക്കാറില്ല. ഓക്കെ. എല്ലാവർക്കും അവരുടേതായ വ്യക്തമായ പ്ലാനിങ് ഉണ്ട്. അതേപോലെ മാധവ് സുരേഷിൻ്റെ വ്യക്തമായ പ്ലാനിങ് ഉണ്ട്. ഒരു ചോദ്യം അവിടെ നിന്ന് വന്നായിരുന്നല്ലോ. ഈ എന്തിനാ ആക്ടിങ് എന്നല്ല അതിന് പുറമെ മലയാള സിനിമയിൽ വേറെ എന്തെങ്കിലും മേഖലയിലോട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടോ? ഞാനൊന്ന് കയറി വന്നല്ലേ ഉള്ളൂ. ഞാൻ അല്ല, ഓരോരോ ആഗ്രഹങ്ങൾ കാണത്തില്ല. അപ്പോൾ ഓരോരുത്തർക്ക് ഇപ്പം പൃഥ്വിരാജായാലും ഇപ്പം പാടുന്നു, പല പല സംവിധാനം ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു. അങ്ങനെ അപ്പം ഒരു ദിവസം ഒരു പ്രൊഡ്യൂസറായിട്ട് വന്നാൽ കൊള്ളാവുന്നുണ്ട്, അതിലോട്ട് വർക്ക് ചെയ്യും. മാധവ് സുരേഷ് എന്ന ഒരു മനുഷ്യൻ ആദ്യം ഒരു ഫുട്ബോളർ എന്നുള്ളൊരു രീതിയിലായിരുന്നു. ആദ്യം ഫുട്ബോളർ ആവണമെന്നുള്ളത്, എപ്പോഴായിരുന്നു ഒരു ആക്ടർ എന്നുള്ള ആവണമെന്ന്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെ പ്ലാൻ എ നടക്കണമെന്നില്ല. ഫുട്ബോളിൻ്റെ പ്ലാൻ എ ആയിരുന്നു, നടന്നില്ല. എനിക്ക് അഡാപ്റ്റ് ചെയ്യണം. വാട്ട്സ് നെക്സ്റ്റ് തിങ് ഐ ക്യാൻ ഡു. സിനിമ എന്നിലോട്ട് വന്നതാണ് ബിക്കോസ് ഐ എം എ നെപ്പോ കിഡ്. അവസരം ഞാൻ സ്വീകരിച്ചു, അതിലിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നന്നായി പെർഫോം ചെയ്യുന്നു എന്നുള്ള എനിക്കുള്ള ധാരണ മാത്രമല്ല, പ്രേക്ഷകർക്കും ആ ഒരു വിചാരം വന്നാൽ എനിക്ക് സസ്റ്റെയിൻ ചെയ്ത് ഇൻഡസ്ട്രിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അത്രേ ഉള്ളൂ. ആക്ടിങ്ങിൽ എത്രമാത്രം ട്രെയിൻഡ് ആയിരുന്നു കഥാപാത്രം? പ്രസ് മീറ്റിൽ വെച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ ട്രെയിനിങ്ങോടെ വന്ന ഒരാളല്ല. ഞാൻ ചോദിച്ചെന്നുള്ളൂ. എന്നാലും നമുക്ക് അതല്ലാതെ ഇപ്പോൾ എന്തെങ്കിലും ഒരു 3 questions ബാക്ക് ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞ അതായിരുന്നു. ഓൺ ഫീൽഡ് വർക്ക് ചെയ്ത് പഠിച്ച് വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഐ എം നോട്ട് ദാറ്റ് വെൽ ട്രെയിൻഡ്. കഥാപാത്രം ആവുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഫ്രാഗ്മെൻ്റ് എങ്കിലും അബ്സോർബ് ചെയ്യുക, അത് പോർട്രേ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. എത്രമാത്രം പറ്റും ഓരോ ആക്ടറിൻ്റെ എക്സ്പീരിയൻസും അവരുടെ കേപ്പബിലിറ്റി അനുസരിച്ചിരിക്കും. ആ കേപ്പബിലിറ്റി എക്സ്പീരിയൻസും എന്നും മുകളിലോട്ട് ഗ്രോ ചെയ്തേ ഉള്ളൂ. സുരേഷ് ചേട്ടൻ ജയിച്ച അന്ന് ഒരു പ്രസ്ഥാനം എടുത്ത് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ള രീതിയിൽ ഒരു പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഏത് രാഷ്ട്രീയ രീതിയാണ്, അച്ഛൻ്റെ രാഷ്ട്രീയ രീതിയാണോ പിന്തുടരുന്നത്? ഇവിടെ കുമ്മാട്ടിക്കളി സിനിമയെ പറ്റി സംസാരിക്കാൻ പറഞ്ഞില്ല. രാഷ്ട്രീയത്തിനെ പറ്റി ഒരു ചോദ്യം വരെ ഞാൻ ഉത്തരം തരത്തില്ല. ഓക്കെ. അല്ല, അച്ഛൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ടിങ് സ്കിൽസ് എന്തെങ്കിലും ഒബ്സർവ് ചെയ്തിട്ട് അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. അച്ഛൻ്റെ ഒരു രീതിയിലും ആക്ടിങ് കരിയറിലുണ്ടാവില്ല. ആക്ടിങ്ങിലോട്ട് അത്രയും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു വെറുതെ എഫേർട്ട് ഇട്ട ഒരാളല്ല ഞാൻ. ഇങ്ങനെ ഒരു ട്രെയിനിങ് ക്ലാസ്സിന് ഞാൻ പോയിട്ടുണ്ട് ലൈക്ക് about 20 days. അത് ജീവിതകാലം മൊത്തം ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്യുന്നതെന്ന് കൗണ്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല. ഇറ്റ്സ് ജസ്റ്റ് 20 days in my whole life. അഗൈൻ അത് ഞാൻ പരിശ്രമിച്ചിട്ടുമില്ല. അങ്ങനെ ആക്ടിങ് വെറുതെ ഇരിക്കുന്ന സമയത്ത് പെർഫോം ചെയ്യുന്ന ഒരാളുമല്ല ഞാൻ. കുമാട്ടികളിലേക്ക് എല്ലാവിധ ആശംസകളും, വലിയ വിജയമാവട്ടെ. ഒരു ചോദ്യം, അതായത് ഇപ്പോൾ റീസെൻ്റ്ലി 2 years ബാക്ക് സുരേഷ് ചേട്ടൻ മീഡിയ തന്നെ റെസ്പോൺസ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അതിനെ ഒരു മെയിൻ സ്ട്രീം ആയിട്ടുള്ള ചാനൽ ഈ കുറേ ട്രോൾ രീതിയിൽ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുക. ട്രോള് രീതിയിലാണ് അതിനെ പ്രസ്ഥാനം നടത്തിയത്. അതായത് ടോയ്ലറ്റിൽ നിന്നാണെങ്കിൽ അതിനെ റെസ്പോൺസ് ചെയ്യുക, അങ്ങനെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു വിചാരിക്കുക. അതിനെന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരുടെയും മുന്നിൽ ക്യാമറ പിടിച്ചുകൊണ്ട് പോകുന്നത് അവരുടെ പ്രൈവസിക്ക് ഒരു വയലേഷനാണ്. അതൊരു സെൻസ്ലെസ് ട്രോളാണ്, ലൈക്ക് മോസ്റ്റ് ട്രോൾസ്. ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത്, ആ സ്ഥലത്തെ പറ്റി മാത്രം ചോദിക്കുന്ന രീതിയിൽ മിനിസ്റ്റർ അത് പറയുമ്പോഴത്തേക്കും ഒരു സ്ഥലത്തുനിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അവര് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അതിനെപ്പറ്റി എഗൈൻ പുറത്തൊരു ക്രൗഡ് നിൽക്കുവാണെങ്കിൽ, ആ വെന്യൂവിൽ ഒരു ക്രൗഡ് നിൽക്കുവാണെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവർ വരുന്നത്. സ്വാഭാവികമായും വേറെ ഒരു കോണ്ടെക്സ്റ്റിൽ നടക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാർട്ടിൽഡ് ആവും. ആൻഡ് സെക്കൻഡ് തിങ്, അമ്മ എന്ന ഓർഗനൈസേഷനായിട്ട് എത്ര ആക്റ്റീവായിട്ടാണ്, എങ്ങനെയാണ് സുരേഷ് ഗോപി ഇത്രയും കാലം നിന്നിട്ടുള്ളതെന്ന് മലയാളികൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ആ ഒരു മനുഷ്യനോട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രം ഉടൻ അഭിപ്രായം ചോദിച്ച് ചെല്ലുന്നതോ, അല്ലെങ്കിൽ എഗൈൻ ഒരു പൊളിറ്റിക്കൽ ഇവൻറ്റിൻ്റെ ഇടയ്ക്കോട്ട് ഇതിനെപ്പറ്റി, അതും ഒരു ലീഗൽ ഔട്ട്കം, ഒരു കോടതിയിൽ നിന്നും ഇതിൻ്റെ റിസൾട്ടൊന്നും വന്നിട്ടില്ലല്ലോ, ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. അപ്പോൾ ആൾക്കാരും മീഡിയയും മാത്രം പറയുന്നത് വെച്ചിട്ട് ഒരു യൂണിയൻ മിനിസ്റ്ററും ഇത്രയും പ്രോമിനൻ്റ് ആയ ഒരു ആക്ടറും സ്വന്തം
വർക്കിംഗ് ഇൻഡസ്ട്രിയെ പറ്റി സംസാരിക്കണമെന്നാണോ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്? ഓക്കെ He did the responsible thing. He was absolutely responsible in waiting for the legal outcome. അത് തെറ്റായിട്ട് കാണുന്നില്ല. പിന്നെ വഴി കയറി നിന്ന് കഴിഞ്ഞാൽ ഏതൊരു പൗരൻ്റെ അവകാശമാണ് നീങ്ങുക എന്നുള്ളത്. അത് മാറ്റി നീക്കി പോകാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഒരു യൂണിയൻ മിനിസ്റ്ററിൻ്റെ അവകാശം പോലീസിനെ വിളിച്ചാൽ പോലീസ് ഒന്ന് ഫോഴ്സ്ഫുള്ളി മാറ്റും. അത് ചെയ്തിട്ടില്ല. എന്നും മീഡിയക്കാരോട് ഡയറക്റ്റ്ലി എൻഗേജ് ചെയ്ത് നിന്നിട്ടുള്ള ആളാണ് അച്ഛൻ. അത് ആരും മാനിക്കത്തില്ല. സുരേഷേട്ടൻ ടാർഗറ്റഡ് ആയിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്ര രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഓബ്വിയസ് ആൻസർ അല്ലേ ക്വസ്റ്റ്യന്? ഞാൻ പോയിക്കോട്ടെ. ഓക്കെ താങ്ക് യു ഓക്കെ